ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ നിഫ്റ്റിയുടെ ചാർട്ടാണുള്ളത്. എനിക്ക് വ്യക്തിപരമായിട്ട് പല മെസ്സേജും വന്നു. എന്തുകൊണ്ട് നിഫ്റ്റി ഓൾമോസ്റ്റ് വലിയ കറക്ഷൻ ഇന്ന് വന്നില്ല, ഏകദേശം 10-28 പോയിന്റ് മാത്രമേ താഴെ പോയുള്ളൂ, 25 പോയിന്റ് മാത്രമേ താഴെ പോയുള്ളൂ, എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് സ്മാൾ ക്യാപ്സ് എല്ലാം താഴെ പോയെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. നിഫ്റ്റി രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു സ്ട്രോങ് ക്യാൻഡിലാണ്. അത് ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലാണ്. എപ്പോഴും ഒരു സ്ട്രോങ് ബേറിഷ് ക്യാൻഡിൽ വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേറിഷ് ക്യാൻഡിലിൻ്റെ പകുതിയുടെ മേളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ എന്താ പറയേണ്ടത്, ബേറിഷിൽ നിന്നും ബുള്ളിഷിലേക്ക് ട്രെൻഡിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ബേറിഷ് ക്യാൻഡിൽ വന്നാൽ അതിൻ്റെ പകുതിയുടെ മേളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ബേറിഷിൽ നിന്നും ബുള്ളിഷിലേക്ക് വീണ്ടും സ്റ്റോക്ക് വരാൻ തയ്യാറെടുക്കുന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു ലെവലിൽ അല്ല നിഫ്റ്റി എന്ന് വന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒന്ന് എടുത്ത് നോക്കാം. നമ്മുടെ മുമ്പിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്. ശ്രദ്ധിക്കണം, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരു ബ്രേക്ക്ഔട്ടിൽ ലെവലിൽ വന്നതിന് ശേഷം അവിടെ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് താഴെ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഒരു ഡബിൾ ബോട്ടത്തിൽ സപ്പോർട്ട് എടുത്തിട്ട് കയറിപ്പോയി ബ്രേക്ക്ഔട്ട് ചെയ്തു. ആ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞിട്ട് വരുന്ന പുൾ ബാക്കിലാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കിടക്കുന്നത്. സ്മോൾ ക്യാപ്പ് പക്ക പുൾ ബാക്കിൽ കിടക്കുന്നത്, തിരിച്ച് പ്രീവിയസ് ബ്രേക്ക്ഔട്ട് സോണിലേക്ക് പുൾ ബാക്ക് വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ റിജക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഈ ഒരു സോണിൽ എവിടെ റിജക്ഷൻ വരുന്നുണ്ടെന്നല്ല വലിയൊരു ഫാക്ടറാണ്. സ്മോൾ ക്യാപ്പ് റിജക്ഷൻ വരുക വെച്ചാൽ ഒരു ലോവർ വിക്ക് സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് തിരിച്ച് കയറാമെന്നുള്ളതിൻ്റെ റിജക്ഷൻ എന്ന് പറയുന്നത്. അത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ സ്മോൾ ക്യാപ്പിൽ തിരിച്ച് കയറ്റം എന്ന് പറയുന്ന സംഗതി പറയാൻ സാധിക്കത്തുള്ളൂ. ആ റിജക്ഷൻ വരണമെങ്കിൽ നിഫ്റ്റിയും കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ റിജക്ഷൻ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് കംപ്ലീറ്റ് പുൾ ബാക്കിൽ കഴിഞ്ഞ ഈ ലെവൽ മുതൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈ 17132 നിന്നും 3 ദിവസം കൊണ്ട് ഇത് എത്ര എത്തി, 166.9 എത്തി. ഇത് സംതിങ് അറൗണ്ട് 400 പോയിൻ്റാണ് 3 ഡേയ്സ് കൊണ്ട് സ്മോൾ ക്യാപ്പ് ഡൗൺ ആയത്. നാച്ചുറലി അതുകൊണ്ട് തന്നെ ഹോൾ നിഫ്റ്റിയും ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പിലുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ധാരാളം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും ഹ്യൂജ് കറക്ഷനിലേക്ക് മാറി എന്ന് പറയാൻ സാധിക്കും. സോ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പായിട്ടുള്ള സിയന്ന ശ്രദ്ധിക്കണം. സിയന്ന ഒരിക്കലും റെക്കമെൻഡേഷൻ ഗ്രൂപ്പേ അല്ല, സ്റ്റഡി ഗ്രൂപ്പ് മാത്രമാണ്. സിയനയിൽ മെയ് മാസം 1-ാം തീയതി ഞാൻ പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും പൊസിഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ലിം ചെയ്യൂ, മാർക്കറ്റ് കറക്ഷനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മുടെ മുമ്പിലെത്തുള്ളത്. അത് നമ്മൾ 4 ദിവസം 5 ദിവസം കൊണ്ട് എന്തുമാത്രം കറക്ഷൻ വന്നത് നിങ്ങളൊന്ന് നോക്കൂ ശരിക്കും. അപ്പം ഇതൊക്കെ കൊണ്ടാണ് പൊതുവേ ജനറലി സ്മോൾ ക്യാപ്സ് എല്ലാം 2 ദിവസം 3 ദിവസമായിട്ട് കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ നിഫ്റ്റി നാച്ചുറലി നിഫ്റ്റിയിൽ ഒരു പുൾ ബാക്ക് വരേണ്ട അത്യാവശ്യമാണ്. നിഫ്റ്റിയിൽ പുൾ ബാക്ക് വന്നു. ഇനി കൺസോളിഡേഷനിൽ പോകാനുള്ള സാധ്യത നിഫ്റ്റി കൺസോളിഡേഷൻ പോയി കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഒരു പക്ഷേ റിജക്ഷനൊക്കെ വന്നാൽ തിരിച്ച് കയറാം. നമുക്ക് കാത്തിരിക്കാം. മുൻകൂട്ടി പ്രവചനങ്ങളൊന്നുമില്ല, നമുക്ക് കാത്തിരിക്കാം. സോ നമ്മൾ ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ടിൽ, ഇമ്പാക്ട്ഫുൾ റിസൾട്ടിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ സ്റ്റോക്കാണ് റെയിൻ ബ്രേക്ക് ലൈനിങ് എന്നുള്ള സ്റ്റോക്ക്. ആ റെയിൻ ബ്രേക്ക് ലൈനിങ് ഇന്നലെ ക്ലോസ് 1021.40 ഇന്ന് സ്റ്റോക്ക് 1093 പോയി. സംതിങ് അറൗണ്ട് എന്താ പറയണ്ടത് 7% കയറിയതിന് ശേഷമാണ് സ്റ്റോക്കിൽ ഒരു പുൾ ബാക്ക് വന്നത്. പുൾ ബാക്ക് വന്നിട്ട് പോലും ഇന്നലത്തെ കാലിൽ മേളിലാണ് ക്ലോസ് ചെയ്തത് സ്റ്റോക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നത്തെ ബ്ലോക്ക് ബസ്റ്റേഴ്സിലൂടെ സ്റ്റോക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇത് പറയാൻ വന്ന സ്റ്റോക്കിന് പേര് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് എന്നാണ്. എക്സലൻറ്റ് റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് 4172, സ്റ്റോക്ക് പീസ് 9.28 ഉള്ളൂ. വാല്യുവേഷൻ മാനേജബിൾ വാല്യുവേഷൻ ആണ്. എഗൻസ്റ്റ് ഇൻഡസ്ട്രി പീസ് 21.0 ആൻഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് വെരി ഗുഡ് ആക്ച്വലി 55.5. വിൽ സീ ദി ക്വാർട്ടർ റിസൾട്ട്. നോക്കൂ, കഴിഞ്ഞ മാർച്ചിലെ ടോപ്പ് ലൈൻ 444, 479, 564, 581, 642. See the consistency. And financing profit 130, 135, 152, 134 ഒന്ന് സ്ലിപ്പായി. പക്ഷേ they were able to maintain 181 ഹയസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഫിനാൻസ് മാർജിൻ 29 എന്നുള്ളത് they were able to maintain. ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. സോ നമ്മൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ ഡിസംബറിലെ ടാക്സ് 4% ആയിരുന്നു. ഇത്തവണ ടാക്സ് കൊടുത്തത് 32% ആണ്. 4% കഴിഞ്ഞ ഡിസംബറിൽ EPS 7.31 വന്നപ്പം 32% കൊടുത്തിട്ട് they were able to maintain more than 7 rupees actually. ആൻഡ് CDP ആണല്ലോ അക്കൗണ്ട്. ഫിനാൻസിംഗ് പ്രോഫിറ്റ് 222 കോടിയിൽ നിന്ന് 602 കോടിയായിട്ട് കുതിച്ചു വരുന്നത്. ഓൾമോസ്റ്റ് 2.8 ടൈംസ് ആണ്. റവന്യൂ 1429 നിന്ന് 2270 ആയിട്ട് കുതിച്ചു വരുന്നു. ആൻഡ് സി ദി ഫിനാൻസ് മാർജിൻ 16% നിന്നും 27%. കമൻറ്റബിൾ പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. എക്സലൻറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള ഫിഗറിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പോകാം. സി ദി ബാലൻസ് ഷീറ്റ് ആക്ച്വലി. സോ ബാലൻസ് ഷീറ്റിൽ ഓക്കെ ഇക്വിറ്റി ഡയലേഷൻ സ്ലൈറ്റ് വന്നിട്ടുണ്ട്. റിസർവ് 200 കോടി കൂടിയിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർ 23, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 23 ആയിട്ടുണ്ട് 90 നിന്നും. അതർവൈസ് ഇറ്റ്സ് വെരി ഗുഡ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആൻഡ് വിൽ സി ദി ഇൻവെസ്റ്റേഴ്സ്. സോ പ്രൊമോട്ടർ 55.
ഔട്ട് ഫിഗർ ആണ് പ്രൊമോട്ടറിൻ്റെ കയ്യിലുള്ളത്. ആൻഡ് പബ്ലിക്കിൻ്റെ 14.01. പിന്നെ കുറച്ച് പ്ലസ് പോയിന്റ്സ് കൂടെ കുറച്ച് പ്ലസ് പോയിന്റ്സ് കൂടെ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിൽ പറയാനുണ്ട്. വളരെ എക്സലന്റ് ഓം ഗ്രോത്ത് 32.4% വന്നത്. Q4 നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വന്നിട്ട് 13.5% ആയി. GNPA ആൻഡ് NNPA ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റും നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റും ക്വാർട്ടറും വയോവയും ഡൗൺ ആയി. ഓവറോൾ എക്സലന്റ് റിസൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിട്ടേൺ ഓൺ അസറ്റ്സ് എന്ന് പറയുന്നത് 4.19% ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 20.3% ആണ്. ഫാന്റാസ്റ്റിക് റിസൾട്ട് എടുത്ത് പറയേണ്ടി വരും. നമ്മൾ FIAs ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ബൈ ചെയ്യുന്ന കുറച്ച് സ്മോൾ ക്യാപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. കമ്പാരിസൺ വിത്ത് റെസ്പെക്ട് 2023 മാർച്ച് എഗൻസ്റ്റ് 2024 മാർച്ച്. ഡിക്സൺ ടെക്നോളജി 2023 മാർച്ചിൽ 11.99% ആയിരുന്നു. അത് 18.39% ആയി ഈ മാർച്ചിൽ. ഇലക്ട്രോണിക്സ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി 8.79 നിന്നും 16.23 ആയി. വെൽസ്പൺ കോർപ്പ് എന്ന് പറയുന്ന കമ്പനി 3.09 നിന്നും 6.35 ആയി. അവരുടെ FISന്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത്. ഭാരത് ബിജ്ലി കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ 1.33% ഉണ്ടായിരുന്നുള്ളൂ. ഇക്കൊല്ലം 5.41% ആയി. HEG 1.24% നിന്നും 6.56% ആയി. സ്റ്റാർ സിമെന്റ് 5.90 നിന്നും 6.11 ആയി. അയൺ എക്സ്ചേഞ്ച് കഴിഞ്ഞ കൊല്ലം FISും മ്യൂച്വൽ ഫണ്ടും കൂടെ ചേർന്ന് 8.28 ആയിരുന്നു. ഇത്തവണ 10.02 ആയി. ആൻഡ് മാസ്റ്റക് കഴിഞ്ഞ കൊല്ലം 0.96 ആയിരുന്നു. ഇത്തവണ 2.11% ആയി. BASF ഇന്ത്യ 2.73 നിന്നും 3.43 ആയി. ഫൈസർ 5.96 നിന്നും 7.72 ആയി. ടിംകൺ 11.29 നിന്നും 20.43 ആയി. സുമിറ്റോമോ 3.19 നിന്നും 4.33% ആയി. ഇന്ന് VCP ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊന്നും സ്ട്രോങ് സ്റ്റോക്കുകളൊന്നും പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്പിൻ്റെ പുൾ ബാക്ക് ഇപ്പോഴും സീരിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. So be very careful actually with the market.